നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളോട് എന്ത് ഫീലാണ് അവർ ഹൈഡ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. ചെയ്തിരുന്നതെന്നും ചെയ്യുന്നതെന്നൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി റീഡിങ്സിൽ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസണേറ്റ് ആയൊരു റീഡിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ റിലേഷൻ എന്നാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അത് തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങളൊരു അഫർമേഷൻസ് പോലെ എല്ലാ ദിവസവും എഴുതാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അക്ഷരങ്ങളുടെ മാജിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അവർ വിളിക്കാനാണോ, അവരൊരു ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ മാത്രം ഒന്ന് കണക്റ്റ് ചെയ്താൽ മതിയോ, അതല്ലെങ്കിൽ ഏറ്റവും നല്ല എനർജിയോട് കൂടി, പോസിറ്റിവിറ്റിയോട് കൂടി, ഹാപ്പി മൊമെൻറ്റ്സോട് കൂടി അവർ നിങ്ങളിലേക്ക് എല്ലാ സിറ്റുവേഷൻസിനെയും ഉപേക്ഷിച്ച് വന്നു ചേരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ മനസ്സിനകത്ത് എങ്ങനെയാണോ നിങ്ങളുടെ ബന്ധങ്ങൾ, അത് ഏത് ബന്ധമായാലും കേട്ടോ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, സഹോദര ബന്ധങ്ങളായിക്കോട്ടെ, പേരൻസിനെ കണക്റ്റ് ചെയ്യുന്ന ബന്ധങ്ങളായിക്കോട്ടെ, മക്കളുടെ എനർജി ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, അതിനിപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവിടെയുള്ള വ്യക്തികളുടെ പ്രസൻസ് ആയിക്കോട്ടെ, ഏത് ബന്ധങ്ങളെയാണേലും നിങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കണം സമാധാനവും സന്തോഷത്തോടു കൂടി നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അഫർമേഷൻസ് എഴുതുക. കൂട്ടത്തിൽ ഗ്രാറ്റിറ്റ്യൂഡോടി പറയുക കേട്ടോ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽസ് എന്നുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടി നിങ്ങൾ പറയാൻ ശ്രമിക്കണമെങ്കിൽ മാത്രമാണ് നമുക്കത് ഏറ്റവും പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. കൂടാതെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നല്ല ഒരു ഗൈഡൻസ് തേടുക. നിങ്ങളുടെ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് സമയം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുന്നോട്ടേക്ക് എന്താണ് ആക്ഷൻ എടുക്കേണ്ടത്, എങ്ങനെയായിരിക്കും നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പ്, മറ്റു കാര്യങ്ങൾ, ഹെൽത്ത് ബേസ്, ഇതെല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കി നിങ്ങളിൽ അവിടെ എന്താണ് തെറ്റ് തിരുത്തേണ്ടത്, മാറ്റങ്ങൾ വരുത്തേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം കറക്റ്റ് ചെയ്ത് അറിഞ്ഞു പോകുക. അതുപോലെ തന്നെ നെഗറ്റീവായി ചില ബന്ധങ്ങൾ കൂടെ നിൽപ്പുണ്ടോ, അതോ മറ്റാരുടെയെങ്കിലും ശത്രുത നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ടോ, കർമ്മ ബേസ് ഉണ്ടോ, പാസ്റ്റ് ലൈഫ് കർമ്മയോ പൂർവിക കർമ്മയോ മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള കർമ്മ എനർജികൾ നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റ് ചെയ്യുന്നുണ്ടോ ഹീലാക്കാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം അറിഞ്ഞ് തന്നെ കടന്നു പോകാനാണ് പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടു കൂടി തന്നെ റീഡിങ്സുകൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്ന എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. എന്ത് ഇമോഷൻസ്, എന്ത് ഫീലാണ് അവർ ഹൈഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ. അവരൊരു എന്താ പറയുക, ഒരു കംഫർട്ട് സോണിൽ എപ്പോഴും നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അവർക്കൊരു തട്ടുകേട് വരാത്ത വിധം അവർ നിങ്ങളെ മാനേജ് ചെയ്യാൻ, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല കുറച്ച് ഈഗോയിസ്റ്റിക്കായ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സെൽഫിഷ് മൈൻഡ് സെറ്റോട് കൂടി, അതായത് അവർ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങൾക്കും അവർ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പ്രാധാന്യം കൊടുക്കില്ലാത്ത ഒരു പേഴ്സണാലിറ്റിയോട് കൂടിയ വ്യക്തിയും, പിന്നെ കുറച്ചൊരു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെ കൂടുതൽ, അതായത് സാമ്പത്തികമാവാം, കരിയറാവാം, പദവിയാവാം, അതുപോലെ തന്നെ മറ്റു സുഖകാര്യങ്ങളാവാം, അതിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ഇഷ്ടപ്പെടുകയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജീനെയാണ് നമുക്ക് ഈ ഒരു റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡിക്ഷൻ എനർജി ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതവർ ഹൈഡ് ചെയ്തിരുന്നത്, അതായത് മറ്റെല്ലാ കാര്യങ്ങളെക്കാളും അപ്പുറമായിട്ട് നിങ്ങളോടൊരു അട്രാക്ഷൻ അവർക്കുണ്ടായിരുന്നു. നിങ്ങളിലൊരു അഡിക്ഷൻ ഫീലിങ്സ്, അത് ഫിസിക്കലി ആവാം, മറ്റ് രീതികളിലാവാം, നിങ്ങളുടെ സംസാര രീതി വെച്ചാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി കോൺഷ്യസ് എനർജിയെ ബേസ് ചെയ്താവാം. ഒരു അട്രാക്റ്റഡ് എനർജി ആയിരുന്നു നിങ്ങളോട് എപ്പോഴും അവർക്കുണ്ടായിരുന്നത്. നിങ്ങളെ
കേൾക്കാനും നിങ്ങളുടെ പ്രസൻസും എല്ലാം ഈ ഒരു പേഴ്സണ് വളരെയധികം ഹാപ്പിനെസ് ആയിരുന്നു. പക്ഷെ അതവരെപ്പോഴും ഹൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത ഒരു അഡിക്ഷൻ ഫീലിങ്സ് നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു. ഒരു വശീകരണം പോലുള്ള ഒരു തോട്ട്സ്, അതായത് നിങ്ങളെ എപ്പോഴും കാണണം, നിങ്ങളിലേക്കൊന്ന് കണക്റ്റഡ് ആവണം, നിങ്ങളുടെ പ്രസൻസ് വേണം എന്നൊക്കെ ഇവരെപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ ഒരു ഈഗോ എനർജിയെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടർ എനർജി, പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്ത് അവരെപ്പോഴും ഹൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചൊരു മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരുന്നു കേട്ടോ. കാരണം അവരുടേതാകുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ കുറച്ച് വിശ്വസ്തതയും അതുപോലെ തന്നെ കുറച്ച് ഒരു സെൽഫ് ഡിസിപ്ലിൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ മെൻറ്റാലിറ്റി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഒരു പക്ഷേ പുറമേ ആണെങ്കിലും അവരുടെ ഉള്ളുകൊണ്ട് എപ്പോഴും ഒരു ഡിസിപ്ലിൻ പ്രസൻസ് ഉള്ള ഒരു പേഴ്സണാണ്. പിന്നെ അവരുടെ ആ ഒരു പൊസിഷൻ എനർജി, നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ആ ഒരു പൊസിഷൻ എനർജിയെ ബേസ് ചെയ്തും അവർക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങളും അവരുടെ ഉള്ളിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ തോന്നിയ പല കാര്യങ്ങളെയും അവർ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടി വന്ന സിറ്റുവേഷൻസ്. പിന്നെ അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഭയങ്കരമായിട്ടൊരു ഈഗോ എനർജിയാണ് പ്രകടിപ്പിക്കാനും ആവശ്യപ്പെടാനും പറയാനും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസുകൾ ഒന്നിലധികം അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു. നല്ല രീതിയിലും ചീത്ത രീതിയിലും ഒക്കെ ആകുന്ന പ്രസൻസോട് കൂടിയ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ അവർക്കുണ്ടായിരുന്നു എങ്കിൽ പോലും അവർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഫീൽ ചെയ്തിരുന്ന ഒരു എനർജി നിങ്ങളായിരുന്നു. അവർക്ക് എഫേർട്ട് എടുക്കാനായിട്ട് മനസ്സുകൊണ്ട് തോന്നിച്ചിട്ടുള്ളതും കുറച്ചെങ്കിലും ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളതും നിങ്ങളുടെ എനർജിയെ ബേസ് ചെയ്തായിരുന്നു. അതായത് നിങ്ങളിലാണ് അവർ ഇച്ചിരിയെങ്കിലും ഒരു ഹാർഡ് വർക്ക് ചെയ്തതെന്നുള്ളത് നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷനിൽ ശക്തമാകുന്ന ഒരു തേർഡ് പാർട്ടി പ്രസൻസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ കണക്ട് ചെയ്ത മറ്റൊരു സിറ്റുവേഷൻസ് ആവാം. ഇവരുടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടൊപ്പം തന്നെ അതേ ത്രാസിൽ തന്നെ തൂങ്ങുന്ന, അതേ തൂക്കത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് അവർ ശക്തമായിട്ട് നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടത്തെ അവർ പലവട്ടം റിജക്റ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതും അവർ ഹൈഡ് ചെയ്യുന്നൊരു ഫീലിങ്സിലാണ് നിൽക്കുന്നത്. നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, നിങ്ങളിൽ അവർ കുറച്ചെങ്കിലും എഫേർട്ട് എടുക്കാൻ തയ്യാറായിരുന്നു എങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് നിങ്ങൾക്ക് മുൻപോ നിങ്ങളോടൊപ്പമോ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് തോന്നിയ ആ ഒരു അൺകണ്ടീഷണൽ ലവ്, അല്ലെങ്കിൽ നിങ്ങളോട് തോന്നി ഏറ്റവും പരിശുദ്ധമാകുന്ന ആ ഒരു സ്നേഹത്തെ അവർക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസുകൾ ഒരുപാട് പ്രാവശ്യം ഉണ്ടായതായിട്ട് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു തെഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവരുമായിട്ട് കണക്റ്റ് ചെയ്ത് നിന്നതുകൊണ്ടാവാം നിങ്ങളെ അവർ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും ആ ഒരു റിജക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ചില സമയത്ത് അവർ ഒരു ബൗണ്ടറി തീർത്ത ഒരു സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നത്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഉള്ളിൽ കുറ്റബോധവും പശ്ചാത്താപവും അതുപോലെ തന്നെ വല്ലാതെ മാനസിക പിരിമുറുക്കവും എല്ലാം നിങ്ങളെ ബേസ് ചെയ്ത് അവർ ശരിക്കും അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ അവരെല്ലാ കാര്യങ്ങളിൽ നിന്നും, ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻസുകളും എല്ലാം കണക്ട് ചെയ്തത് നിങ്ങളോട് തോന്നുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം, അല്ലെങ്കിൽ അഡിക്ഷൻ്റെ ആഴം തന്നെയായിരുന്നു കേട്ടോ. അവർക്ക് കുറ്റബോധം ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് എപ്പോഴും
എപ്പോഴും ചിന്തകൾ, തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സുകളായിക്കോട്ടെ പോസിറ്റീവായ തോട്ട്സുകളായിക്കോട്ടെ അവരിലേക്ക് എപ്പോഴും കണക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത് നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ഹൈഡ് ചെയ്യാൻ പറ്റാത്ത, അതല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളോട് മോശമായിട്ട് അവർ നിങ്ങളുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പ് ഓഫ് ലവിനെ അവർ റിജക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവരത് ചിന്തിക്കുമായിരുന്നു, വല്ലാത്ത ഒരാഴത്തിൽ ചിന്തിക്കുമായിരുന്നു. ശരിക്കും അവർക്ക് ഇത് നിങ്ങളെന്ന് പറയുന്ന ബന്ധം അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചൊരു അവരെ സ്വാധീനിച്ച കുറച്ചൊരു ഡിസ്റ്റർബൻസ് എനർജി ഉണ്ടാക്കിയ ബന്ധം തന്നെയായിട്ട് നമുക്ക് പറയേണ്ടി വരും. കാരണം അത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തി. അതായത് നിങ്ങളെ കളയാനും അവർക്ക് സാധിക്കുന്നില്ല, എന്നാൽ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്യാനും സാധിക്കുന്നില്ല. കാരണം ഒരു പക്ഷേ നിങ്ങളോടൊപ്പമോ നിങ്ങൾക്ക് മുൻപോ ഉണ്ടായിരുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങളോട് തോന്നിയ ഒരു സ്നേഹത്തിൻ്റെ ആഴത്തെ അവർക്ക് നിങ്ങളുടെ മുന്നിൽ മറച്ചു പിടിക്കേണ്ടി വന്നു. അൺകണ്ടീഷണലായിട്ടുള്ള ഇമോഷൻസിനെ നിങ്ങളുടെ മുന്നിൽ അവർക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്യേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസുകൾ ഈ ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഒരു സ്വപ്നം, ഒരു പാഷൻ നിങ്ങളായിരുന്നു എന്നുള്ളതും നിങ്ങളോളം അവരെ സ്വാധീനിച്ച മറ്റൊന്നും തന്നെ അവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതവർക്ക് ശരിക്കും നല്ലൊരു അവരുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ എനർജിയിൽ അവരത് മനസ്സിലാക്കുകയും അതിലവർക്ക് വല്ലാത്ത ഒരു എന്താ പറയുക വിഷമവും നിരാശാബോധവുമൊക്കെ അവരെ കണക്റ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി അവരെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്കാണ് അവരുടെ ജീവിതത്തിൽ ഇനി ഒരു സെക്കൻഡ് ചാൻസ് എനർജി ഉണ്ടെങ്കിലും അവർ നൽകാൻ ആഗ്രഹിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് തന്നെയാണ് ഒരു ജഡ്ജ്മെൻറ്റിങ് നൽകേണ്ടതെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും അവരുടെ ഒരു പാഷൻ നിങ്ങളാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ രീതികളാവാം, മറ്റു രീതികളാവാം, എല്ലാം അവർക്ക് വല്ലാതെ അവരെ സ്വാധീനിക്കുന്ന ഒരു എനർജി ആയിരുന്നു. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് പോലെ അവർക്ക് പലവട്ടവും തോന്നിയിട്ടുള്ളതും എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും മാറ്റി നിർത്തിയാലും വീണ്ടും കണക്റ്റഡ് ആകും. വിധി അത് വീണ്ടും കണക്റ്റ് ചെയ്യും. റീബർത്ത് എനർജി ഉണ്ട് എന്നും അവർ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട്. അവർക്കതൊരു ഇന്നർ കോളിംഗ് പോലെ ലഭിക്കുന്നുണ്ട്. അതായത് എത്ര മാറ്റി നിർത്തിയാലും മാറി നിന്നാലും വീണ്ടും ഇത് കൂടിച്ചേരുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസവും പ്രതീക്ഷയും അവർക്കുള്ളിലുണ്ട്. മാത്രവുമല്ല നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരെപ്പോഴും പ്രൊട്ടക്റ്റഡ് ആക്കിയാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. അവരുടെ സിറ്റുവേഷൻസുകളിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങളെ അതിനകത്ത് ഇൻവോൾവ് ആക്കാതെ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പേര് അവിടെ വരാത്ത വിധം എപ്പോഴും നിങ്ങളെ വളരെ ശക്തമായിട്ട് ഈ ഒരു പേഴ്സൺ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാം ഒരു മൂല കാരണാർത്ഥമെന്ന് പറയുന്നത് അവരുടെ ഒരു സ്വപ്നമാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർ കൂടുതൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്, അംഗീകരിച്ചിരിക്കുന്ന ബന്ധമാണ്. ഒരു പക്ഷേ അവരത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അവരൊരു പ്രത്യേക സ്ഥാനമാണ് അവരുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നവരുടെ മനസ്സിലുള്ള ഒരു എനർജി എന്നുള്ളത് കേട്ടോ. എന്താണെങ്കിലും ഒരു പ്രഷ്യസ് മൈൻഡ് എനർജിയാണ്. നിങ്ങളെ അവർ ഒരു അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിനെ, നിങ്ങളുടെ മാറ്റങ്ങളെ, നിങ്ങളിൽ വരുന്ന പുതിയ പുതിയ വിജയങ്ങളെ, ഇതെല്ലാം അവർ വല്ലാത്ത ഒരു അത്ഭുത ദൃഷ്ടി ഇതോടുകൂടി തന്നെയാണ് നിങ്ങളെ നോക്കി നിൽക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആണ്, എത്രത്തോളം പൂർണ്ണതയുള്ളതാണ്, പരിശുദ്ധമാണ് എന്നതുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഉള്ളിൽ ശരിക്കും കണക്റ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ഹെൽത്തി എനർജിയിലാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. ശരിക്കും ഒരു നീതി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പവർഫുള്ളായ ഒരു എനർജി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും നിങ്ങളെ സാധിക്കുന്നതിന് അത്രത്തോളം മറ്റൊരു വ്യക്തികൾക്കും സാധിക്കില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവും അവർക്ക് വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിങ്ങൾക്ക് അവരൊരു വല്ലാത്തൊരു പൊസിഷനാണ് നൽകിയിരിക്കുന്നത് അവരുടെ മനസ്സിൽ.
ഒരു ജഡ്ജ്മെൻറ്റിങ് ന്യായത്തോടു കൂടി കാര്യങ്ങളെ കാണുന്ന വ്യക്തി, ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട് ഫൈറ്റിംഗ് ചെയ്യാനും കൂടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു എനർജി. ശരിക്കും അവരുടെ ഒരു ഫെമിനിയൻ മസ്കുലൻ എനർജി ആയിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്. അവരുടെ ഒരു പാതിയായിട്ട് തന്നെയാണ് കാണുന്നത്. അവരുടെ മനസ്സിൻ്റെ ആ ഒരു പരിശുദ്ധിയും പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കാൻ പറ്റുന്ന ആ ഒരു മൈൻഡ് പവറും ഇതെല്ലാം നിങ്ങളിലും അവർ കാണുന്നു എന്നതാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നത്. നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി എന്ന് പറയുന്നത് വളരെയധികം കണക്റ്റഡ് ആണ്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന ആ അതേ സ്ഥാനത്ത് അതേ ആഴത്തിൽ അവർ നിങ്ങളെയും ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയേണ്ടി വരുന്നത്. അത്രത്തോളം പവർഫുള്ളായിട്ടൊരു ടെലിപ്പതി എനർജി പോലും നിങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ത്രിയോ സോഴ്സിൻ്റെ എനർജിയാണ്. ശരിക്കും ഒരു ഹാർട്ട് ബ്രോക്കൺ പ്രസൻസ് ആണ് കറൻറ്റിലി അവരിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അവർക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ലതിനെ അവർക്ക് ലഭിച്ചിട്ട് ആ ഒരു കാര്യത്തെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ആഴത്തിലുള്ള ഒരു പെയിൻ എനർജി അവരിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. കാരണം ഇതിനകത്ത് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വന്നത് ഒരു വിധിയുടെ ബേസിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു കാർമിക് സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു അവസ്ഥകളൊക്കെ വരുത്തിയത്. മോശമാകുന്ന സിറ്റുവേഷൻസിലൂടെ ആണെങ്കിലും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റാതെ പോയതുമെല്ലാം ഒരു കാർമിക് എനർജിയുടെ പ്രസൻസ് ആണ്. അതായത് ഇത് വിധിയാണ്. നിങ്ങൾ കൂടിച്ചേരാൻ യോഗമുണ്ടെങ്കിൽ അത് കൂടിച്ചേരുക, അല്ലെങ്കിൽ അത് വിട്ടുകളയുക എന്നുള്ളൊരവസ്ഥ. ഇതിൽ നിന്നും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ലതും ചീത്തയുമാകുന്ന എനർജികൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട യോഗവുമെല്ലാം നിങ്ങൾക്ക് ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർ ഈ ഒരു തകർച്ചയിൽ, ഈ ഒരു ബന്ധത്തിൻ്റെ തകർച്ചയിൽ, നഷ്ടത്തിൽ വളരെയധികം വേദനിക്കുന്നതായിട്ട്, അതായത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം നഷ്ടബോധത്തെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്ത വിധം അവർ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നതായിട്ടും ഒരു വിലപിക്കുന്ന അവസ്ഥയിലാണ് അവരുടെ കറൻറ്റ് സാഹചര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകാശത്തെ അതായത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാൻ ആഴത്തിൽ കഴിയാതെ പോയി എന്നുള്ളത് അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ഒരു വിൽ പവർ എനർജിയിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് ഒറ്റപ്പെടലിൻ്റെ ഒരു വല്ലാത്ത ഒരു ഇരുട്ടറയിലാണ് അവരിപ്പോൾ കറൻറ്റിലി നിൽക്കുന്നത്. അവർക്ക് എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് ഒന്നിലും സാറ്റിസ്ഫൈഡ് ആവാൻ സാധിക്കാതെ പോകുന്ന സിറ്റുവേഷൻസ്. ശരിക്കും അവർക്കൊരു ന്യൂ ബിഗിനിങ്, പുതിയൊരു തുടക്കം, പുതിയൊരു പ്രകാശം അവരുടെ ജീവിതത്തിലേക്ക് അത്യാവശ്യമാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഫൈറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിനെ അവർ വല്ലാതെ ആഴത്തിൽ മനസ്സിലാക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ എപ്പോഴും അവർ തന്നെ ഒരു ഫൈറ്റിങ്ങിനുള്ള സാധ്യതകൾ ഇട്ട് തന്ന സാഹചര്യങ്ങൾ, അത് അവരെ ഇപ്പം ഒരു ബ്ലൈൻഡ് എനർജിയിൽ അവർ ചെയ്ത പ്രവൃത്തി അവരെ ഇപ്പം പൂർണ്ണമായിട്ടും പിടികൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവരൊരു കർമ്മ എനർജിയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഒരുമിച്ച് നിന്ന സമയത്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളോട് അവരെപ്പോഴും ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ സ്നേഹത്തോടു കൂടിയാണെങ്കിലും ആത്മാർത്ഥതയോടു കൂടിയാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരതിനെ വളച്ചൊടിച്ച് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യുകയും ഒരു ഫൈറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു നിരാശയിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ അവർ അവസാനിപ്പിച്ച് വിട്ടിരുന്ന സിറ്റുവേഷൻസുകളും കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് അവർ ആ ഒരു കാര്യം അവരുടെ ഈ കറൻറ്റ് സിറ്റുവേഷൻസിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. സെൽഫിഷ് എനർജി, ഞാൻ എന്ന ആ ഒരു അഹങ്കാരം, ഈഗോ എനർജി പൂർണ്ണമായിട്ടും അവരിൽ നിന്നും ഊർന്നിറങ്ങിപ്പോയി, ഇല്ലാതായിപ്പോയി എന്ന് തന്നെ നമുക്ക് കറൻറ്റിലി പറയേണ്ടി വരുന്നുണ്ട്. ശരിക്കും ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അവരിലേക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങളെ കണക്റ്റ് ചെയ്തുള്ളത് തന്നെയാണ് അവരിപ്പം നേരിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അവരിലെ എല്ലാ മിസ്റ്റേക്കുകളെയും, അവർക്ക് ശരിക്കും നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹം, ആ ഒരു അട്രാക്ഷനെ എല്ലാം അവർ ഹൈഡ് ചെയ്തതും എല്ലാം ഇന്ന് അവർ പശ്ചാത്താപത്തോടു കൂടി നോക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്.
ഒരു പക്ഷേ അവർ സമയത്തിന് മുമ്പിൽ കറൻറ്റ് ടൈമിന് മുമ്പിൽ അവർ തോറ്റു നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. ഒരു ബർഡൻ എനർജിയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സൺ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപമാനിക്കുന്നതിന് തുല്യമായിട്ടോ മറ്റ് മെറ്റീരിയലിസ്റ്റിക്കാണ് സാമ്പത്തികമായിട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ തലത്തിൽ ഇവർ നിങ്ങളെ മിസ്യൂസിങ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇന്ന് അവർക്കൊരു ബർഡൻ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അവരത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. അവർ പേടിച്ച് നിൽക്കുന്ന, അതായത് നാളെയെക്കുറിച്ച് ഓർത്ത് പേടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസും അവരിലുണ്ട്. പാസ്റ്റിലെ എനർജിയെ അവർ ചിന്തിച്ച്, അതായത് നിങ്ങൾ എത്രത്തോളം അവരിൽ കണക്റ്റഡ് ആയിരുന്നു, നിങ്ങൾ എത്രത്തോളം അവരെ പ്രഷ്യസ് ആയിട്ട് കണ്ടിരുന്നു, നിങ്ങൾ അവരെ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു, അവർക്ക് മുമ്പിൽ നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയാണ് നിലനിന്നിരുന്നത് എന്നുള്ളതെല്ലാം അവരിപ്പോൾ കറൻറ്റ്ലി മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫാമിലി എനർജിയാണ്, ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മറ്റൊരു സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് പകരമായിട്ടുള്ള മറ്റൊരു സിറ്റുവേഷൻസ് തന്നെയാണ്. അവിടെ അവർ നിങ്ങളെയും ചേർത്ത് പിടിച്ച് ഹാപ്പി എനർജിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ആ രണ്ട് സാഹചര്യങ്ങളെയും അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ, ഒന്ന് ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചതിൻ്റെ ഫലം ഇന്ന് അവർ അനുഭവിക്കുക തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളോട് അവർ ഹൈഡ് ചെയ്തിരുന്നത്, നിങ്ങളോട് തോന്നിയ ആ ഒരു സ്നേഹവും അട്രാക്ഷനും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി വെച്ചിട്ട് തന്നെയാണ് നിങ്ങളോട് അവർ നെഗറ്റീവായ അല്ലെങ്കിൽ പെയിൻഫുള്ളാകുന്ന രീതിയിൽ ബിഹേവ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് അവരുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ബന്ധത്തെ അവർ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. കാരണം ഈ ഒരു റിലേഷൻ അത്രത്തോളം പവിത്രമാണെന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവർ ഫോർഗീവ്നെസ് ആഗ്രഹിക്കുന്നു കേട്ടോ. അതായത് അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ആ ഒരു ഊർജ്ജത്തിൽ, ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കണം, നിങ്ങളെല്ലാം ക്ഷമിക്കണം എന്നുകൂടി അവർ നിങ്ങളോട് ഈ ഒരു എനർജിയിൽ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് എനിക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഭൂതകാല ആ പാസ്റ്റിലേക്ക് തന്നെ നിൽക്കുകയാണ്. അതിൽ നിന്നും നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കാനുണ്ട്, പുറത്ത് കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്ത് കടക്കുക. അതുകൂടാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയൊരു പാത നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, പുതിയ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് നമുക്ക് ഈ ഒരു എനർജിയിലൂടെ കാണാൻ പറ്റുന്നത് കേട്ടോ.